ഫൈനലി ഞാനത് ചെയ്യാൻ പോവാ. ആണ് ഷോൾ ഇങ്ങനെ വികാതെ നിൽക്കും. ഇല്ല, ഏകദേശം എന്നെ പോലെ ആവുന്നില്ലേ നോക്കട്ടെ. ഷോള് വികാതെ പോവാൻ ഒരേ ഒരു മാജിക് എന്ന് പറയുന്നത് ഈ സംഭവം. ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, നിങ്ങൾ ബാഡ്ലി ഇൻഫ്ലുവൻസ് ആവരുത്. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നെ കണ്ടത് തൊട്ട് എല്ലാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഹെയർ സ്റ്റൈൽ. അപ്പൊ ഫൈനലി ഞാനത് ചെയ്യാൻ പോവാ. ഞാൻ കുറെ മുന്നേ വിചാരിക്കുന്നുണ്ട്, കാരണം എല്ലാരും കമന്റ് ബോക്സിൽ മൊത്തം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും DM-ലാണെങ്കിലും ചോദിക്കുന്നതാണ് ഷോൾ ഇങ്ങനെ വിയാതെ നിൽക്കുന്നത്. ഇതിപ്പോ എന്ത് ചെയ്താലും ഷോൾ വിൽക്കൂല. അതെങ്ങനെ നിൽക്കുന്നത്, അതേപോലെ ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ചെയ്യണം എന്നുണ്ട്, പക്ഷേ ഈ ഹെയർ എല്ലാം പുറത്തെടുത്ത് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് ടാസ്കാ. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ ചെയ്യാൻ വിചാരിച്ചപ്പോ ഒരാൾ ഉറങ്ങി. വാ നമുക്ക് തൽക്കാലം എന്റെ അനിയത്തിനെ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം. വാ. സോ നമ്മുടെ മോഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിയാ? മുടി ഇപ്പോഴത്തെ കാലത്തെ കുട്ടിയൊക്കെ എന്താ അറിയോ, ആർക്കും മുടി വേണ്ട, എല്ലാരും മുടി വെട്ടി ഇട്ടാളാ. സോ ആദ്യം ഞാൻ എന്റെ ടൂൾസ് കാണിച്ചു തരാം. ഇതൊന്നും ഡെയിലി യൂസ് ചെയ്യരുത് കേട്ടോ. ഇത് എനിക്കിപ്പോ മോർണിംഗ് ടു നൈറ്റ് വരെ അല്ലെ ഈവനിങ് വരെ ഒക്കെ ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ കുറെ കോസ്റ്റ്യൂം ഇങ്ങനെ മാറ്റി ഇടും. അപ്പൊ നമ്മളെ മുടി എന്തായാലും അലമ്പാവും. സോ ആ സമയത്തൊക്കെ ഞാൻ ഈ സെറ്റിംഗ് സ്പ്രേ, ഇതിന്റെ മുടിയൊക്കെ എവിടെയാണോ, ആ സമയത്ത് ഞാൻ ഈ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് വാക്സാ. അപ്പൊ ഈ കുറെ ബേബി ഹെയർസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിത് എപ്പോഴെങ്കിലും കുളിക്കാത്ത സമയത്തൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താന്ന് വെച്ചാല്, എന്നോട് പലരും പറയും ഈ ഹെയർ സ്റ്റൈൽ ഇതേപോലെ ആക്കി വെക്കാൻ നോക്കും, പക്ഷെ മുടി അതേപോലെ നിൽക്കൂല എന്നുള്ളത്. അപ്പൊ ഈവൻ എന്റെ കസിൻസ് വരെ സെയിം ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യും, പക്ഷെ അവരുടെ കാണുമ്പോൾ വേറെ ആയിരിക്കും, ഇന്റേത് വേറെ ആയിരിക്കും. ഞാൻ തന്നെ അവരുടെ മുടിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് വേറെ പോലെ ആയിരിക്കും കാണുമ്പോൾ ഉണ്ടാവുക. സോ ആദ്യം തന്നെ പറയാണ്, ഓരോരുത്തരെ ഹെയർ ടൈപ്പും ഡിഫറെന്റാ. അപ്പൊ ഇന്നെപ്പോലെ ചിലപ്പോ ഇതേ കറക്റ്റ് രീതിയിൽ നിൽക്കണം എന്നും ഉണ്ടാവില്ല. ഓക്കെ, ചിരിയൊക്കെ വേണട്ടോ മുഖത്ത്. ഇതേപോലെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ, കാണിച്ചു തരാൻ പറ്റിയെന്നില്ല. കാരണം ഞാൻ ഇവളുടെ മുടിയിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇതുവരെ ട്രൈ ചെയ്തില്ല. പിന്നെ എന്താ വെച്ചാൽ ഇവൾ സെന്ററാ, ചെറുപ്പം തൊട്ടേ സെന്ററിലാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഒരു 6ാം ക്ലാസ് തൊട്ട് ഈ ഹെയർ സ്റ്റൈലാ, ഈ സൈഡിലാണ് ഞാൻ പാർട്ടീഷൻ വരുന്നത്. അതുകൊണ്ട് ഇന്റേത് എങ്ങനെയാണെങ്കിലും ഈ സൈഡ് വൃത്തിയിൽ നിന്നോളും. അപ്പൊ ഇവളുടെ നമുക്ക് നോക്കി വെക്കാം. എന്റെ മുഖം തന്നെ മാറിപ്പോയല്ലോ. ഓക്കെ, സോ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, വാക്സും സെറ്റിംഗ് സ്പ്രേയും ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ മുടി ഇങ്ങനെ പഫ് പോലെ നിൽക്കണം. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, +2 കാലത്തൊക്കെ ഒരു പഫിന്റെ കളിയില്ലായിനോ അല്ലേ? മറ്റേ ഒരു പഫ്, എന്തോ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം ഉള്ളിൽ വെക്കുന്ന എന്തൊക്കെ ഹെയർ സ്റ്റൈലുകളായിരുന്നു അല്ലേ? ഇന്റത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ എടുത്താല് 2 തൂക്കൽ എനിക്ക് നിർബന്ധ. ഒരു തൂക്കൽ ഇവിടെ, ജസ്റ്റ് ഇവിടെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂക്കിടും. പിന്നെ എനിക്ക് വേണ്ട ഒരു തൂക്കൽ ഇവിടെ. ഇത് പോയാ എന്റെ മുഖം തന്നെ മാറുന്നൊക്കെ വെറുതെ കളിയാക്കാറുണ്ട് കേട്ടോ എല്ലാവരും. ജസ്റ്റ് ഇന്നെ പോലെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇവിടെ, പിന്നെ ഒന്ന് ജസ്റ്റ് ഇവിടെ, പിന്നെ ഇതൊക്കെ ഞാൻ ഇന്റെ മുടിയിൽ കാണിച്ചാൽ ഭയങ്കര ദുരന്തമായിരിക്കും. അതാ ഞാൻ കാണിക്കാത്ത. മുടി കറക്റ്റ് ഇങ്ങനെ എന്താ പറയാ, കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇങ്ങനെ. നമ്മൾ സാധാരണ മുടിന്റെ ചിക്കൊക്കെ എല്ലാരും ഒഴിവാക്കുക ചെയ്യാം, പക്ഷെ ഇവിടെ നമ്മൾ ചിക്കാക്കും. ചിക്ക് മീൻസ് ഞങ്ങളുടെ നാട്ടില് ചിക്ക് എന്നാട്ടോ പറയാ. ഇങ്ങനെ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഹെയർ ഒന്ന് ജഡാന്ന് പറയാ. ഓക്കെ ഫൈൻ, ജഡ എന്തെങ്കിലും ഒക്കെ ആക്കാ. ഈ ടൈപ്പ് സംഭവമാണ് ആക്കല്. ഇങ്ങനെ ആക്കിയാൽ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ മാത്രം ഒന്നിങ്ങനെ പൊന്തി നിൽക്കും. ഓക്കെ, അല്ലാതെ നമ്മുടെ സ്ട്രെയിറ്റ് ഹെയർസോ അല്ലെങ്കിൽ ഇങ്ങനെ മുടി ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചുരുട്ടിയാലും അത് അതേപോലെ പോവും. സോ എനിക്ക് ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ എന്റെ ഹെയർ എന്തായാലും നിൽക്കൂല. അപ്പൊ നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് കറക്റ്റ് നിൽക്കാൻ മതി. പക്ഷെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ട്രിക്കാണ് ഹെയർ ഇങ്ങനെ ചുരുട്ടുക, ചിക്കാക്കുക എന്നുള്ളത്. ഞാൻ നോക്കട്ടെ എന്നെ ഒന്ന്. ഓക്കെ, ചുരുട്ടുന്നതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചിക്കാക്കിയതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, അങ്ങനെ ചുരുട്ടുക. അതും ഞാൻ പറയാണ്, എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ. ഓക്കെ, നോക്കട്ടെ. ഏകദേശം ഇന്നെ പോലെ ആവുന്നില്ലേ മിലു? ഇങ്ങനെ ചുരുട്ടിയിട്ട് ബാക്കോട്ടേക്ക് സ്ലൈഡോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ക്ലിപ്പോ സ്ലൈഡോ എന്താന്ന് വെച്ചാൽ അത്
കുത്ത. എനിക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ 2 എണ്ണം ഇവിടെ 2 എണ്ണം ഇവിടെ മസ്റ്റാ, അല്ലാതെ മുടി നല്ലോണം നിൽക്കൂല. പക്ഷെ നമ്മളെടുത്ത് ഇപ്പൊ ആകെ 1, പിന്നെ ഒരു ടിക് 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 എന്താ ടിക് ടിക് എന്നല്ല ഈ പറയല്, ക്ലിപ്പ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇന്ന് ഒരു പ്രോപ്പർട്ടിയിൽ വെറുതെ ഫാമിലി എല്ലാവരുമായിട്ടൊന്ന് സ്റ്റേ അടിക്കാന്ന് വിചാരിച്ച് വന്നാണ്. അപ്പൊ ഈ പൊരിഞ്ഞ വെയിലാ പുറത്ത്, അതുകൊണ്ട് നമുക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു ഗ്യാപ്പില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ച് എല്ലാരും ഇവിടെ വെറുതെ കുത്തിരിക്കുക, അപ്പൊ എന്തായാലും ഹെയർ സ്റ്റൈലിൻ്റെ ഇത് ചെയ്യാന്ന് വിചാരിച്ചു. സോ ഓക്കെ, 1 സൈഡ് ഈസ് ഡൺ. നോക്കട്ടെ, ഇല്ല എന്നെ പോലെ ആയില്ലേ ഏകദേശം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇതേപോലെ ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റിംഗ് സ്പ്രേ, ഇപ്പൊ തൽക്കാലം ഞാൻ ഇവളുടേത് അടിക്കുന്നില്ല, വെറുതെ മുടി കൊളാക്കണ്ടല്ലോ. സോ വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് അടിക്കാം. ഓക്കെ, അതേപോലെ നിന്നോളൂ. ദെൻ മൂവിങ് ഓൺ ടു സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടി ഇവിടെയും ഒരു തൂക്കൽ എനിക്ക് നിർബന്ധ. സോ അത് ഈ ഭാഗത്ത്. ഓക്കെ, അതാണ് ഈ കാണുന്ന തൂക്കൽ. ഡെമോൺസ്ട്രേഷൻ ഇങ്ങനെ കാണിച്ച് ചെയ്യേണ്ട അവസ്ഥ. സോ ഏത് ഭാഗമാണെങ്കിലും ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ പൊന്തിച്ച് വെക്കുക, എന്നിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ചിക്കാക്കുക. ഓക്കെ, സാധാരണ ഇങ്ങനെ വാ വീഡിയോ എടുക്കാന്നൊന്നും പറഞ്ഞാല് നിക്കാത്ത ഒരാളാ. എന്ത് പറ്റി? നല്ലോണം വന്ന് നിക്കുന്നുണ്ടല്ലോ. സോ ഇവിടെയും അതേപോലെ ഇവിടെ ഭയങ്കര പൊന്തിച്ച് വെക്കലില്ല കേട്ടോ, എന്നാലും ഇങ്ങനെ ഇങ്ങനെ നൈസായിട്ടൊന്ന് ചുരുട്ടും. സത്യം ഫേസിന് സ്യൂട്ട് ആവോ നോക്കാം. കാരണം ഈ ഹെയർ സ്റ്റൈൽ ഒഴിവായാലേ, ഐ മീൻ ഈ ഹെയർ സ്റ്റൈൽ അല്ലാതെ ഞാൻ എൻ്റർലി ഡിഫറെന്റാ അല്ലേ. എനിക്ക് ഷോള് ചുറ്റിയാ വേറെ ഫേസ്, ഇതില് വേറെ ഫേസ്, മുടി അയച്ചിട്ടാ വേറെ ഫേസ്, എക്സാക്ട്ലി അങ്ങനെയാ. സോ ഈ ഹെയർ സ്റ്റൈൽ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ഒരു ഡിഫറെന്റ് എന്താ പറയാ, ഡിഫറെന്റ് ഫേസ് എന്തായാലും ആവും. റെഡി? ഫ്രണ്ടിൽ റെഡി? ഓക്കെ, സോ ഇവിടെയും ക്ലിപ്പോ അല്ലെങ്കിൽ എന്താ ഉള്ളതെന്ന് വെച്ചാല് പിന്നെ ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇതാണ്. ഉണ്ടോ ഫേസ് മാറി? ഇല്ലേ അമ്മ, വലിയ കുട്ടിനെ പോലെ ആയില്ലേ? ഇല്ലേ, വലിയ മോളായി. അതാ ഞാൻ പറഞ്ഞു. അയ്യോ, നമ്മളെ പാർട്ടീഷൻ ഇവിടെ ഇങ്ങോട്ട്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഹെയർ സ്റ്റൈല് മാറുന്നതനുസരിച്ച് നമ്മുടെ ഫേസിന് ഭയങ്കര ഡിഫറൻസ് വരും. ഈ ഹെയർ സ്റ്റൈൽ ഞാൻ പറയുന്ന എന്റെ ഒരു അഭിപ്രായത്തില് ഇങ്ങനെ കുറച്ച് ബേബി ഹെയർസ് ഒക്കെ ഉള്ളവർക്കായിരിക്കും കുറച്ചുകൂടി നല്ല രസം ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് നമ്മള് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്റെ ഹെയർ എന്ന് പറയുന്നത് ഇപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ. കട്ട് ചെയ്ത് വീട്ടുകാരോട് കുറെ ചീത്തൊക്കെ കേട്ട് അപ്പൊ സോ ഇത്ര ഹെയർ ഉണ്ടായിരുന്നു. സോ ആ ഹെയർ നമുക്ക് എങ്ങനെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇത്ര ഉണ്ടാവുള്ളൂ. ഐ മീൻ ചുരുട്ടി കൂട്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഇത്ര ഉണ്ടാവുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ലെങ്ത് കൂട്ടാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പാർട്ടി വെയേഴ്സിലൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് മുടി ഇങ്ങനെ ഇടും, കമ്മലൊക്കെ വരുമ്പം അങ്ങനെ ഇടും. ഇനി പാർട്ടി വെയർ അല്ല, കോളേജിലേക്കോ അല്ലെങ്കിൽ വേറെ ഇതേപോലെയൊക്കെ ആണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ചുരുട്ടും, ബാക്കിൽ ഇതേപോലെ ചുരുട്ടും. ഇവർക്ക് അത്ര ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റില്ല. സോ ബാക്കിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് ക്രാബ് കുത്തിയിട്ട് ഇങ്ങനെ തൂക്കിയിടും. ബാക്കിൽ ക്രാബ് കുത്തും. ഓക്കെ, സോ അന്നപ്പോ ഈ ഒരു ലെങ്ത്തിലേക്ക് മാറും. ഓക്കെ, സോ അതാണ് നമുക്ക് ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. ഇനി അടുത്ത പർപ്പസ് എന്ന് പറയുന്നത് ഈ ഷോള് കറക്റ്റ് ഇതേ ലെവലിൽ നിൽക്കുക എന്നുള്ളതാ. നമ്മളെ മോഡല് ഷോളൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് ഗൈസ്. എന്ത് പറ്റി, ഇന്ന് നല്ലോണം നിന്ന് തരുന്നുണ്ടല്ലോ. അല്ല എന്ത് കച്ചറ അറിയോ? കച്ചറൊന്നല്ല, പാവം മോളാണ്. ഓക്കെ, സോ ഇന്ന പോലെ ഉണ്ടോ? വിലിയോ ഇവൾക്ക് എങ്ങനെയുണ്ട്? ഈ ഹെയർ സ്റ്റൈൽ മാച്ച് ഉണ്ടോ? ചെറിയ മോളാട്ടോ. ഇവിടെ എത്രയല്ല പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കൂ. പക്ഷെ ആള് 6th എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഹെയർ സ്റ്റൈലും കൂടി ആയിട്ട് ചിലപ്പം 6th അല്ലല്ലോ, 5th ആണോ അല്ലെ? അവളെ ക്യൂട്ട്നെസ് പോയിട്ടുണ്ട്. സോ അപ്പൊ ഇതാണ് ഹെയർ സ്റ്റൈൽ. ഇനി എണീറ്റ് പോയിക്കോ, പോട്ടെ വണ്ടി പോട്ടെ. ഓക്കെ, എന്റെ ഷോള് വീട് പോവാതെ എത്ര ഡാൻസ് കളിക്കുകയാണെങ്കിലും എന്ത് അടിപിടി കൂടാണെങ്കിലും ഷോള് വികാതെ പോവാൻ ഒരേ ഒരു മാജിക് എന്ന് പറയുന്നത് ഈ സംഭവം. ഇതിന് ഞാൻ 6ാം ക്ലാസ് സ്കൂൾ കാലം പഠിക്കുന്ന സമയത്തൊന്നും ചെയ്യാറില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ടിപ്പ് അതിന് യൂസ് ചെയ്യുന്നത്. ക്ലിപ്പ് വെച്ചിട്ട്
പിന്നെ ഇത് വെക്കലേനു. പിന്നെ പിന്നെ നമുക്ക് വിവരം വെക്കുന്ന അനുസരിച്ച് ഞാൻ തന്നെ ഓരോന്ന് ഡിസ്കവർ ചെയ്ത് കയറ്റിക്കൊണ്ടോ എന്നൊരു സംഭവമാണ് ഇത്. എക്സാക്ട്ലി. ടർബൻ ഞാനൊരു +1 +2 പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു ടർബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡ് വന്നിരുന്നു. എല്ലാരും മഫ്തന്റെ മറ്റേ ഹിജാബിന്റെ ഉള്ളിൽ വലിയൊരു വണ്ടക്കെട്ട് കെട്ടിങ്ങായിട്ടൊക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ടർബനോട് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു. കാരണം അത് ഭയങ്കര മറ്റേ തല വലുതും ഉടല് ചെറുതും. അപ്പൊ ആ സമയത്ത് ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാല് ഇത് കറക്റ്റ് ഒരു റിബൺ ആണ്. റിബൺ നമ്മുടെ ഹെയർമേൽ വെക്കുമ്പോ അത് കറക്റ്റ് അവിടെ നിൽക്കുകയും ചെയ്യും. അതിന്റെ മുകളിൽ ഷോൾ ഇട്ടിങ്ങി പിന്നെ ചെയ്ത് വെച്ചാല് ഷോളും അനങ്ങൂല. ഓക്കെ. സോ ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാ വാങ്ങിയെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറെ സെർച്ച് ചെയ്തിരുന്നു. കാരണം നമ്മള് ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുന്നത് കാണുമ്പോ ഒരു ഗുമ്മൊന്നും ഉണ്ടാവില്ലല്ലോ. സംഭവം കാര്യം സാധിക്കുമെങ്കിലും ആ ഒരു ലുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ഈ സെയിം സാധനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഓൺലൈൻ സൈറ്റിലും എല്ലായിടത്തും ഹിജാബിന്റെ പേജസിലും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഈ സാധനം കിട്ടിയിട്ടില്ല. പിന്നെ ഒറിജിനൽ നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡ്സ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടുള്ള റിബൺ ഉണ്ട്. പക്ഷെ ആ റിബൺ വാങ്ങിയിട്ട് നമ്മുടെ ഇവിടെ വെച്ചിങ്ങായിട്ട് ഷോൾ ഇട്ടാലും അത് നിൽക്കൂല. കാരണം നമ്മുടെ ഷോൾ എന്തായാലും മുടിയിൽ നിൽക്കുന്നില്ലല്ലോ, നമ്മുടെ ഓൺ മുടിയിൽ നിൽക്കലില്ലല്ലോ. സോ ആ മുടിന്റെ സ്റ്റാൻഡുള്ള റിബൺ ആണെങ്കിലും നിൽക്കൂല. സോ അത് വാങ്ങിങ്ങായിട്ട് ആരും പൈസ വേസ്റ്റ് ആക്കണ്ട. ഞാനും ഒരു പ്രാവശ്യം വാങ്ങി പൈസ വേസ്റ്റ് ആയതാണ്. സോ ഇതെന്ന് പറയുന്നത് ഇപ്പോ നമ്മളെ എന്തെങ്കിലും അതായത് നമ്മളുടെ ഫുൾ സ്ലീവ് ഇന്നേഴ്സ് ഒക്കെ ഉണ്ടാവാറില്ലേ, അല്ലെങ്കിൽ ഗ്ലവ് ആവാം, കുറച്ചുകൂടി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവില്ലേ. എന്താ അതിന് പറയുന്നേ, ഇലാസ്റ്റിക്കിന്റെ ബനിയൻ ക്ലോത്ത്. ഓക്കെ. ബനിയൻ ക്ലോത്തിന്റെ മെറ്റീരിയൽ ഉണ്ടാവാറില്ലേ, നമ്മുടെ ലെഗിന്റെ പാന്റ് ഉണ്ട്, പിന്നെ ഫുൾ സ്ലീവ് ഇന്നർ ഉണ്ട്. സോ അങ്ങനത്തെ മെറ്റീരിയൽ, അങ്ങനത്തെ പഴയ നിങ്ങൾ യൂസ് ആക്കാത്ത എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് 3 പോർഷൻ ആയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാൻ എനിക്ക് അറിയില്ല, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് യെസ് എക്സാക്ട്ലി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ. സോ നമ്മളിപ്പോ ആ ഷോൾ ഒന്ന് എടുക്കും. ഇതൊരു ബനിയൻ ക്ലോത്തിന്റെ മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. പാന്റോ എന്തെങ്കിലും ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ആ കട്ട് ചെയ്തിട്ട് 3 ലെയർ ആയിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇതും കട്ട് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ. സോ 3 പോർഷൻ വേണം. സോ ആ 3 പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം അത് പിരിച്ചിടാം. നമ്മുടെ മുടി മൊടിഞ്ഞിടാറില്ലേ, ഇങ്ങനെ മൊടിഞ്ഞിടാറില്ലേ, ഓരോ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. സോ ഇങ്ങനെ പിരിച്ചിടുക. ഓക്കെ. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. ഇത് കണ്ടോ, കാണുന്നുണ്ടോ വീഡിയോയില്? സോ ഇതെന്ന് പറയുന്നത് ആ 3 ലെയേഴ്സാണ്. ഞാൻ കട്ട് ചെയ്ത 3 ലെയേഴ്സ് ഞാൻ ഇങ്ങനെ പിരിച്ചിട്ടതാണ്. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മുടെ സൂചി നൂലും എടുത്തിങ്ങായിട്ട് ഇങ്ങനെ കോർത്ത്. ഓക്കെ. സോ ആ സമയത്ത് നമ്മുടെ തലയുടെ സൈസ് എത്രയാണോ, എല്ലാവർക്കും ഓരോ ഡിഫറൻസ് ഉണ്ടാവില്ലേ, ഓരോ തലന്റെ ഷേപ്പും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക. ഓക്കെ. എന്നിട്ട് അവിടെ നമ്മളെ മുട്ടുസൂചി എടുത്തിട്ട് തുന്നി കെട്ടുക. ഓക്കെ. സോ അപ്പൊ നമുക്ക് ഈ സാധനം കറക്റ്റ് ഇങ്ങനെ സ്ട്രെച്ച് ആവുകയും ചെയ്യും, പ്രോപ്പർ ആയിട്ട് അവിടെ തലയിൽ നിൽക്കുകയും ചെയ്യും. ഓക്കെ. ഇനി തലയിൽ നിൽക്കണം, കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡാൻസും തല്ലി പിടിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പിന്നെ സ്ലൈഡ് എടുത്തിട്ട് തലയിൽ വെച്ചതിന് ശേഷം സ്ലൈഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ പിൻ ചെയ്യാം. ഓക്കെ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പോലും ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പം ഇങ്ങനെ അഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഷോൾ ഇടേണ്ടി വരുന്നുണ്ട്. സോ ഇതിട്ട് വന്നതിന് ശേഷം ഞാൻ ബാക്കി പറയാം. സോ ഞാനിതാ ഷോളിന്റെ അടിയിൽ ഇത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് അറിയൊന്നുമില്ല. ഈ ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് നമ്മളിപ്പോ മുടി അയച്ചിടുന്ന സമയത്ത് ഈ റിബൺ വെച്ചാല് കുറച്ച് പൊന്തിണ്ട് നിൽക്കും. അപ്പൊ ചിലപ്പോ ബോറാവാൻ മതി. പക്ഷെ ഈ ഹെയർ സ്റ്റൈലിന് ഇതിട്ടാല് ഒരു ഡിഫറൻസും ഉണ്ടാവില്ല, ഷോൾ കറക്റ്റ് നിൽക്കുകയും ചെയ്യും. ഓക്കെ. സോ ഞാൻ ഇനിയിപ്പോ എനിക്ക് ഈ ഷോൾ ഇട്ടിട്ട് കളിക്കണ്ട, പ്രോപ്പറായിട്ട് അവിടെ നിന്നോളൂ. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്, എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് കുറെ ആലോചിച്ചു, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് വരെ ഹിജാബ് ഹിജാബ് ഇടണം എന്നല്ല, എന്നാലും ഹെയർ കവേർഡ് ആയിട്ട് ഇങ്ങനെ ഷോൾ ചുറ്റണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ കറന്റ് ഞാൻ ഇപ്പൊ വീഡിയോയിൽ അപ്പിയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ അല്ലാണ്ട് വേറെ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാനും ഒരു കോൺഫിഡൻസ് ഇല്ല, ഹിജാബ് റോൾ ചെയ്ത് വരാനും ഒരു കോൺഫിഡൻസ് ഇല്ല. പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ ഹിജാബ് റോൾ ചെയ്ത് പുറത്തു പോകുന്നതിനൊക്കെ ഞാൻ പോവാറുണ്ട്, ഞാൻ കംഫർട്ടബിളും ആണ്. സോ വീഡിയോയിൽ വരുന്ന സമയത്ത്
എനിക്ക് ഇങ്ങനെയാണ് വരാൻ എനിക്ക് ഇപ്പൊ പറ്റുന്നുള്ളൂ. അപ്പൊ അത് തെറ്റാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് നമ്മളൊരു അറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമ്പം നല്ലത് പറഞ്ഞു തരുന്നെന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈൽ കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് ഈവൻ ഹിജാബ് നല്ലോണം മുടിയൊന്നും കാണിക്കാതെ നല്ലോണം തട്ടം ചുറ്റി നടക്കുന്ന ആൾക്കാര് ഈ ഹെയർ സ്റ്റൈൽ കണ്ടും കഴിഞ്ഞിട്ട് അവരിപ്പോ എന്റെ ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് അങ്ങനെ ഇനിയിപ്പോ അവരങ്ങനെ നടക്കുന്ന സമയത്ത് അവരുടെ കുറ്റം എനിക്കാ കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോട് പറയാനുള്ളത് ഈ ഹെയർ സ്റ്റൈൽ കണ്ടും കഴിഞ്ഞിട്ട് നിങ്ങൾ ബാഡ്ലി ഇൻഫ്ലുവൻസ് ആവരുത്. ഓക്കെ, ഇപ്പൊ അറ്റ്ലീസ്റ്റ് മുടി കാണിച്ച് നടക്കുന്നവരാണ്, അപ്പൊ നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു യു, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഈ ഹെയർ സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ആയി നല്ലോണം മഫ്തയൊക്കെ ഇട്ട് നടക്കുന്നവര് ദയവ് ചെയ്ത് ഇത് വീഡിയോ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവരുത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസോ വേറെ എന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.